ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 11,361. ആകെ 1,11,124 പരിശോധനയാണ് നടന്നത്. ഇന്നത്തെ മരണസംഖ്യ 90 ആണ്. ഇപ്പോൾ 1,07,682 പേരാണ് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.5%. ഏറ്റവും ഉയർന്ന നിരക്ക് മലപ്പുറം ജില്ലയിലാണ്, 13.8%. 8.8% കോട്ടയത്താണ് ഏറ്റവും കുറഞ്ഞ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോട്ടയത്തിന് പുറമെ ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ TPR 10%-ലും താഴെയാണ്. ബാക്കി 10 ജില്ലകളിലും 10 മുതൽ 13.8% വരെയാണ് നിരക്ക് കാണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റിയുടെ ഉയർച്ചാ നിരക്കിൽ 15% കുറവ് വന്നിട്ടുണ്ട്. കേസുകളുടെ വളർച്ചാ നിരക്കിൽ 42% കുറവ് വന്നിട്ടുണ്ട്. ജൂൺ 11, 12, 13 ദിവസങ്ങളിലെ പുതിയ കേസുകളുടെ ശരാശരി എണ്ണത്തേക്കാൾ 4.2% കുറവ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആക്റ്റീവ് കേസുകളുടെ എണ്ണത്തിൽ 14.43% കുറവാണുണ്ടായത്. 10.04% കുറവ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും ഉണ്ടായിട്ടുണ്ട്. 40 ദിവസത്തോളം നീണ്ട ലോക്ക്ഡൗണിനെ തുടർന്ന് രോഗവ്യാപനത്തിൽ വന്ന കുറവ് കണക്കിലെടുത്ത് ഇളവുകൾ വരുത്തി നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ തരംതിരിച്ച് അതിനനുസൃതമായ നിയന്ത്രണങ്ങളാണ് നടപ്പാക്കുന്നത്. ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായ സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. ലോക്ക്ഡൗൺ ഘട്ടത്തിൽ പുലർത്തിയ ജാഗ്രത ഇനിയും തുടരണം. തീവ്രവ്യാപനശേഷിയുള്ള ഡെൽറ്റ വൈറസിനെയാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ രീതിയിൽ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇരട്ട മാസ്കുകൾ ധരിക്കാനും ചെറിയ കൂടിച്ചേരലുകൾ പോലും ഒഴിവാക്കാനും പൊതുസ്ഥലത്തെന്ന പോലെ വീടുകൾക്കകത്തും കരുതലുകൾ സ്വീകരിക്കാനും ശ്രദ്ധിക്കണം. മുൻപ് നിരവധി തവണ വിശദമാക്കിയതുപോലെ അടുത്ത ഇടപെടലുകളും ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കണം. കടകളിലും തൊഴിൽ സ്ഥാപനങ്ങളിലും അതീവ ജാഗ്രത പുലർത്തണം. അടഞ്ഞ സ്ഥലങ്ങൾ വേണ്ട എന്ന് വെക്കണം. വായു സഞ്ചാരമുള്ളിടങ്ങളിലാകട്ടെ ഇടപെടലുകളൊക്കെ. മൂന്നാം തരംഗത്തിൻ്റെ സാധ്യത പലരും പ്രവചിച്ചിരിക്കുകയാണ്. അത് നാം കണക്കിലെടുക്കണം. മൂന്നാം തരംഗത്തിൻ്റെ
സാധ്യതയെക്കുറിച്ച് കണക്കിലെടുക്കുമ്പോൾ ഈ ഡെൽറ്റ വൈറസിനേക്കാൾ വ്യാപനശേഷിയുള്ള ജനിതക വ്യതിയാനം സംഭവിച്ച കോവിഡ് വൈറസിൻ്റെ ആവിർഭാവം തള്ളിക്കളയാനാവില്ല. ഇപ്പോഴതില്ല, പക്ഷേ നാം അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ സമൂഹം നാം മാത്രമായി കഴിയുന്ന ഒരു സമൂഹമല്ല. ഇവിടത്തേക്ക് വന്നു ചേരുന്നവരുണ്ട്. ഇവിടുന്ന് പോയി ഇങ്ങോട്ട് എത്തിപ്പെടുന്നവരുണ്ട്. ഇത്തരം ആളുകൾ കാണുമ്പോൾ നല്ല ആരോഗ്യവാന്മാർ തന്നെയായിരിക്കും. ചിലപ്പോൾ ആവശ്യമായ രോഗപ്രതിരോധ ശേഷിയും അവർക്കുണ്ടാകാം. കാരണം വാക്സിനേഷനൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ വാക്സിനേഷൻ എടുത്തവരിലും ഈ വൈറസ് കടക്കാം. അങ്ങനെ അതിവ്യാപന ശേഷിയുള്ള ആ വൈറസുമായി ഇവിടെ എത്തിപ്പെടുന്നയാൾക്ക് അനേകം ആളുകൾക്ക് ആ വൈറസ് കൊടുക്കാൻ സാധിക്കും. ഈ സാധ്യത നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ തുടർച്ചയായുള്ള നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പ്രത്യേകത പറയുന്നത്. ഡെൽറ്റ വൈറസ് തന്നെ അതിതീവ്ര വ്യാപനശേഷിയുള്ളതാണ്. അപ്പോൾ തീവ്ര വ്യാപനശേഷിയുള്ള ഡെൽറ്റ വൈറസാണ് ഇപ്പം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായി മാറിയിട്ടില്ല. ഇപ്പോൾ വരുന്ന ഒരു പ്രശ്നം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8% താഴെയായവർ, അതേപോലെ തന്നെ അത്തരം പ്രദേശങ്ങൾ 8%-നും 20%-നും ഇടയിലുള്ളവർ, അത്തരം പ്രദേശങ്ങളിലൊക്കെ നല്ല ഇളവുകളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ അവിടങ്ങളിൽ വസിക്കുന്നവർ ഈ പ്രശ്നം ഇനി ഇവിടെ ഇല്ല എന്നൊരു ബോധത്തിൽ ചിലരെത്തുന്നുണ്ട്. അത് അങ്ങേയറ്റം അപകടകരമായ ഒന്നാണ്. അലംഭാവം കൂടുതൽ വ്യാപനത്തിലേക്ക് എത്തിച്ചേക്കാം. 8%-ൽ താഴെയുള്ളവരെ 8%-ന് മുകളിലേക്ക് എത്തിച്ചേക്കാം. 20%-ൽ താഴെയുള്ളവരെ 20%-ന് മുകളിലേക്ക് എത്തിച്ചേക്കാം. അപ്പോൾ ഈ പറയുന്ന വ്യാപനത്തോത് കുറഞ്ഞിരിക്കുന്നു എന്നത് നാം കാണിച്ച ജാഗ്രതയുടെ ഫലമായിട്ടാണ്. ആ ജാഗ്രത നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ കൂടുതൽ വ്യാപനത്തിലേക്ക് നീങ്ങിയേക്കാം. അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസവും ചെറുതായിരിക്കില്ല. അതുകൊണ്ടാണ് ഇവിടങ്ങളിൽ ആവശ്യമായ കരുതലും കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കലും ഉണ്ടാകണം. അതിലൊരു വിട്ടുവീഴ്ചയും അനുവദിക്കാനാവില്ല എന്നത് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിയന്ത്രണങ്ങൾ നാം തന്നെ പാലിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോവുക എന്താണ് വേണ്ടത്. അതിലൂടെയാണ് ഈ രണ്ടാം തരംഗത്തെ കൂടുതൽ നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനും മൂന്നാം തരംഗത്തെ പ്രതിരോധിക്കാനും കഴിയുക എന്നത് നാം എല്ലാവരും ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. മൂന്നാം തരംഗത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ആരോഗ്യമേഖലയിലെ വിദഗ്ധരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അത്തരം ചർച്ചകൾ, പഠനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഏറ്റവും
മോശമായ സാഹചര്യത്തെ നേരിടാൻ ആവശ്യമായ തയ്യാറെടുപ്പ് തന്നെയാണ് സർക്കാർ നടത്തുന്നത്. ഒരു തരത്തിലുള്ള അലംഭാവവും ഈ കാര്യത്തിൽ ഉണ്ടാകില്ല. കുട്ടികളുടെ വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങൾ വിജയകരമായി മുന്നോട്ടു പോകുന്നുവെന്ന വാർത്തകൾ വലിയ പ്രത്യാശ നൽകുന്നതാണ്. 12 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ട വാക്സിനേഷൻ അധികം വൈകാതെ ലഭ്യമായേക്കാം. അമേരിക്കയിൽ ആ പ്രായപരിധിയിൽപ്പെട്ട കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകി തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിൽ ഏകദേശം 40% പേർക്ക് ആദ്യത്തെ ഡോസ് വാക്സിൻ ഇതുവരെ നൽകാൻ സാധിച്ചു. ഇത് ആശ്വാസകരമായ കാര്യമാണ്. വാക്സിൻ ലഭ്യമാകുന്ന മുറക്ക് ത്വരിതഗതിയിൽ അതിൻ്റെ വിതരണം നമ്മൾ നടത്തുന്നുണ്ട്. നല്ല കാര്യക്ഷമതയോടെ തന്നെയാണ് വാക്സിൻ വിതരണം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ മറ്റൊരിടത്തുമില്ലാത്ത വിധം ഒട്ടും തന്നെ പാഴായി പോകാതെ വാക്സിൻ വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത്. വാക്സിനേഷൻ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത്. അതേസമയം വാക്സിൻ കേന്ദ്രങ്ങളിലെ തിരക്കൊഴിവാക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാക്സിൻ കേന്ദ്രങ്ങൾ രോഗവ്യാപനത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറരുത്. അധികൃതരും ജനങ്ങളും ഇക്കാര്യത്തിൽ ഒരുപോലെ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. വാക്സിൻ ലഭിക്കുന്നില്ല എന്ന ഭീതിയോടെ ആരും കഴിയേണ്ടതില്ല. വാക്സിൻ ലഭ്യമാകുന്നതിനനുസരിച്ച് ഒട്ടും താമസിപ്പിക്കാതെ അത് വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണ്. എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുക തന്നെ ചെയ്യും. പക്ഷേ വാക്സിൻ ലഭിക്കുന്നില്ല എന്നൊരു ആശങ്കയോടെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ വന്ന് ആൾക്കൂട്ടം സൃഷ്ടിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായി രോഗബാധയുണ്ടാകാനും ജീവൻ അപകടത്തിലാവുകയും ചെയ്യും എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ്. ഇവിടെ നാം കാണുന്നത് വലിയൊരു ശതമാനം ആളുകൾക്ക് വാക്സിൻ ലഭ്യമാക്കുക, അതിലൂടെ സാമൂഹിക പ്രതിരോധം ആർജിക്കാൻ സാധിക്കുക. ഇതാണ് നാം ലക്ഷ്യമിടുന്നത്. ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കർ മൈക്കോസിസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനനുസരിച്ച് ഇതുവരെ 73 കേസുകളാണ്. അതിൽ 50 പേരാണ് ഇപ്പോഴും ചികിത്സയിലുള്ളത്. 8 പേർ രോഗമുക്തരായി, 15 പേർ മരണപ്പെട്ടുപോയി. സർക്കാർ ആശുപത്രികളിൽ നിലവിലുള്ളത് 3040 ICU കിടക്കകളാണ്. അതിൽ 1137 കിടക്കകൾ കോവിഡ് രോഗികളുടെയും
736 കിടക്കകൾ കോവിഡേതര രോഗികളുടെയും ചികിത്സക്കായി ഉപയോഗിക്കുകയാണ്. സർക്കാർ ആശുപത്രികളിലെ 63.6% ICU കിടക്കകളാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ 7468 ICU ബെഡുകളിൽ 1090 എണ്ണമാണ് കോവിഡ് രോഗികളുടെ ചികിത്സക്കായി ഉപയോഗിക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ നിലവിലുള്ള ആകെ വെന്റിലേറ്ററുകളുടെ എണ്ണം 2293 അതിൽ 611 വെന്റിലേറ്ററുകൾ കോവിഡ് രോഗികളുടെ ചികിത്സക്കായി ഉപയോഗിക്കുന്നുണ്ട്. 163 കോവിഡേതര രോഗികളുടെ ചികിത്സക്കായാണ് ഉപയോഗിക്കുന്നത്. സർക്കാർ ആശുപത്രികളിലെ മൊത്തം വെന്റിലേറ്ററുകളുടെ 33.8% ഉപയോഗത്തിലുള്ളത്. സ്വകാര്യ ആശുപത്രികളിലെ 2432 വെന്റിലേറ്ററുകളിൽ 508 നിലവിൽ കോവിഡ് ചികിത്സക്കായി ഉപയോഗിക്കുന്നത്. കോവിഡ് വ്യാപനം വന്നപ്പോൾ പല ആശുപത്രികളിലും കോവിഡ് ചികിത്സക്ക് പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. ചിലത് പൂർണ്ണമായും കോവിഡ് ചികിത്സക്ക് ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇത് കോവിഡ് ഇതര രോഗങ്ങൾ ചികിത്സിക്കുന്നതിന് പ്രയാസമുണ്ടാക്കിയെന്നത് വസ്തുതയാണ്. ഈ കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശ്വാസകരമായൊരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നുവെന്ന് കാണുമ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രികളടക്കം കോവിഡ് ഇതര രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സാ സൗകര്യം നേരത്തെ ഉള്ളതുപോലെ തന്നെ ഉറപ്പാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂന്നാം തരംഗം ഉണ്ടാകുകയാണെങ്കിൽ കുട്ടികളുടെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് പീഡിയാട്രിക് കെയർ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മുതിർന്നവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം കുട്ടികളിലെ ചികിത്സക്കുള്ള സൗകര്യങ്ങളും വിപുലീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നേരത്തെ തന്നെ ചെയ്യാൻ പോകുന്ന സൗകര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അധികമായി കിടക്കകളുള്ള പീഡിയാട്രിക് ICU സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള പീഡിയാട്രിക് ICU ചിലയിടങ്ങളിൽ അവയുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി തുടങ്ങിയവയിൽ HDU ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് സ്ഥാപിക്കും. അതല്ലെങ്കിൽ നിലവിലുള്ള പീഡിയാട്രിക് ICU HDUവിലെ കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ആരോഗ്യവകുപ്പ് ഒരുക്കുകയാണ്. ഇതിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ വരെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ വരെ
ഇക്കാര്യത്തിൽ സജ്ജമാക്കി നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവശ്യമായത്ര ഐസൊലേഷൻ വാർഡുകൾ, ഇതിൻ്റെ ഭാഗമായുള്ള ചികിത്സാ സൗകര്യങ്ങൾ, ഓക്സിജൻ ബെഡുകൾ, ICU വാർഡുകൾ എല്ലാം ഇതിൻ്റെ ഭാഗമായി സജ്ജമാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നു വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന ആശങ്കയിൽ നമ്മുടെ സമൂഹം കഴിയേണ്ടതില്ല. ഇത്തരത്തിലുള്ള ഏതൊരു സാഹചര്യത്തെയും നേരിടാനുള്ള സജ്ജീകരണങ്ങളാണ് നാം ഫലപ്രദമായി തന്നെ നടത്തുന്നത്. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കിയതുകൊണ്ട് വീണ്ടും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തെടുത്താൽ തിരുവനന്തപുരം ജില്ല ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നല്ലതുപോലെ വർദ്ധിച്ചൊരു ജില്ലയായിരുന്നു. എന്നാൽ ഈ ഒരാഴ്ച പരിശോധിച്ചാൽ TPR-ൽ ഗണ്യമായ കുറവ് കാണുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത കാണുന്നത് തലസ്ഥാന നഗരിയിൽ വല്ലാത്ത തിരക്ക് കാണുന്നുണ്ട്. ആൾക്കൂട്ടം പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. അത് നഗരത്തിലുമുണ്ട്, നഗരത്തിൻ്റെ ഉൾഭാഗങ്ങളിലുമുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ പൊതുവിലെല്ലാവരും ജാഗ്രത പാലിച്ചു പോകണം. ജില്ലയിലെ 30% കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള, അതാണ് D കാറ്റഗറി. അവിടെ 6 തദ്ദേശ സ്ഥാപനങ്ങളാണ്. അവിടെയാണ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ. അപ്പോൾ അതിന് സമാനമായ നിയന്ത്രണങ്ങളും ഈ 6 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ C കാറ്റഗറിയിൽ 38 തദ്ദേശ സ്ഥാപനങ്ങളാണ്. അത് 20-ന് മേലെയുള്ളതാണ്. 20 മുതൽ 30 വരെയുള്ളതാണ്. എന്നാൽ B കാറ്റഗറിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം 31 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ്. അത് 8 മുതൽ 20 വരെയുള്ളതാണ്. 8% താഴെയുള്ള A കാറ്റഗറി, അതിൽ 3 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കോവിഡ്, ഹൈപ്പറൈറ്റിസ്, HIV രോഗികൾക്കായി പോസിറ്റീവ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ മേഖലയിലെ ലയങ്ങളിൽ താമസിച്ചിരുന്ന മുഴുവൻ രോഗബാധിതരെയും DCCകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ കോവിഡ് ബാധിച്ച ക്ഷീരകർഷകരുടെ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാൻ കർഷകർക്ക് സഹായം നൽകുന്നതിനായി ജില്ലാ പഞ്ചായത്ത് ദയ എന്നൊരു പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുണ്ട്. കോവിഡ് സാഹചര്യത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ കണ്ടെത്തി പരിചരണം ലഭ്യമാക്കുന്നതിനുള്ള
പ്രത്യേക പദ്ധതിയായ ഒറ്റക്കല്ല കൂടെയുണ്ട് കോട്ടയം നാളെ തുടങ്ങുകയാണ്. കോവിഡ് മരണങ്ങൾ, രോഗബാധ, ആശുപത്രിവാസം, സമ്പർക്ക വിലക്ക്, ലോക്ക്ഡൗൺ തുടങ്ങിയവ നിരവധി ആളുകൾക്ക് മാനസിക സംഘർഷങ്ങൾക്ക് കാരണമാകാൻ ഇടയുള്ള സാഹചര്യത്തിലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. വാർഡ് തല സമിതികൾ, പ്രൊഫഷണൽ കൗൺസിലർമാർ, 500ഓളം സോഷ്യൽ വർക്ക് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ, ഇവരുടെ എല്ലാം സേവനം ഇതിനായി പ്രയോജനപ്പെടുത്തും. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിനർത്ഥം ഇവിടെ കോവിഡ് നിലവിലില്ല എന്നല്ല. നിയന്ത്രണങ്ങളിൽ അയവ് വന്നതോടെ ചില സ്ഥലങ്ങളിൽ ജാഗ്രതക്കുറവുണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോലീസിൻ്റെ നിർദ്ദേശം മറികടക്കുക, വാക്തർക്കങ്ങളിൽ ഏർപ്പെടുക, അപൂർവം ചില സ്ഥലങ്ങളിൽ അതിനപ്പുറവും കടക്കുക. ഇത്തരം സംഭവങ്ങളിൽ നിയമലംഘകർക്കെതിരെ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് കാറ്റഗറി എയിലായാലും ബിയിലായാലും എല്ലാ സ്ഥലങ്ങളിലും ബാധകമാണ് എന്നത് ഓർക്കേണ്ടതുണ്ട്. പല സ്ഥലങ്ങളിലും ക്വാറന്റൈനിൽ കഴിയുന്നവർ ക്വാറന്റൈനിലിരിക്കാതെ പുറത്തിറങ്ങുന്ന നിലയുണ്ട്. ഇങ്ങനെ പുറത്തിറങ്ങുന്നവരെ കണ്ടെത്തി കൗൺസിലിംഗ് നൽകി വീടുകളിലേക്ക് മടക്കി അയക്കുന്ന രീതിയാണ് ഇതേവരെ പോലീസ് സ്വീകരിച്ചു വന്നത്. ചില സ്ഥലങ്ങളിൽ നിയമാനുസൃതമുള്ള പിഴയും ഈടാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്വാറന്റൈൻ ലംഘിക്കുന്നത് രോഗവ്യാപനം വർദ്ധിക്കുന്നതിനിടയാക്കും. അപ്പോൾ അത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പകർച്ചവ്യാധി നിയമം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇവയെല്ലാം അനുസരിച്ചുള്ള പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് അല്ലാത്ത രോഗങ്ങൾക്കുള്ള ചികിത്സ എല്ലാ രംഗത്തും ആരംഭിച്ചു വന്ന ഘട്ടത്തിലാണ് രണ്ടാം തരംഗം വന്നത്. അതുകൊണ്ടാണ് വീണ്ടും കോവിഡ് ചികിത്സയിലേക്ക് നമുക്ക് മാറേണ്ടി വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി നോൺ കോവിഡ് ചികിത്സ ആവശ്യമായ രീതിയിൽ ആരംഭിക്കുക തന്നെ വേണം. ഇതിൻ്റെ ഭാഗമായി മുഴുവൻ മെഡിക്കൽ വിദ്യാർത്ഥികളെയും ഡോക്ടർമാരെയും ഇതിനകം തന്നെ വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ട്. PG വിദ്യാർത്ഥികൾ, ഹൗസ് സർജന്മാർ എന്നിവർ ഇപ്പോൾ കോവിഡ് ഡ്യൂട്ടിയുടെ ഭാഗമായി പലയിടങ്ങളിലാണ്. അവരുടെ കോഴ്സ് പൂർത്തിയാക്കേണ്ടതുണ്ട്, പഠനം പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമേ അവരുടെ സേവനം ചികിത്സാരംഗത്ത് പൂർണ്ണതോതിൽ ഭാവിയിൽ ഉപയോഗിക്കാനാവും. അത് കണ്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബാങ്കുകളിൽ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്.
യഥാർത്ഥത്തിൽ ബാങ്ക് ഇടപാടുകൾ ഒട്ടുമിക്കതും വീട്ടിലിരുന്ന് ഓൺലൈനായി നടത്താൻ കഴിയുന്നതാണ്. അത് പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ ജനക്കൂട്ടം വലിയ തോതിൽ ബാങ്കുകളിലേക്ക് എത്തുന്നത് ഒഴിവാക്കാനാകും. ബാങ്കിൽ തന്നെ ബന്ധപ്പെടുന്നതിനുള്ള നമ്പർ പാസ്ബുക്കിലും ചെക്ക് ബുക്കിലുമൊക്കെ ഇപ്പോൾ ബാങ്ക് നൽകുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തവർക്ക് ബാങ്കിൽ തന്നെ വിവരം ലഭിക്കും. ആ സഹായം സ്വീകരിക്കാൻ തയ്യാറാവുക, സഹായം വേണ്ടവർക്ക് മതിയായ രീതിയിൽ സഹായം നൽകാൻ ബാങ്കുകളും തയ്യാറാവുക. വിദേശത്ത് യാത്ര ചെയ്യേണ്ടി വരുന്നവരുടെ ഇവിടുത്തെ കോവിഡ് വാക്സിനേഷൻ നടത്തിയ സർട്ടിഫിക്കറ്റ്, അതിൽ ചില കുറവുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടിയന്തരമായി അവ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാക്സിൻ രജിസ്ട്രേഷൻ കാര്യത്തിൽ ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ, കാഴ്ച പരിമിതിയുള്ളവർ, നിരക്ഷരർ, ഇവർക്കൊക്കെ മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും. അപ്പോൾ വളണ്ടിയർമാർ താമസ സ്ഥലത്തെത്തി അവരെ സഹായിക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ പൊതുവെ ഉയർന്നു വരുന്നൊരാക്ഷേപമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഫീസ് അടച്ചില്ല എന്ന പേരിൽ ഓൺലൈൻ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നത്. അക്കാര്യത്തിൽ ഇടപെട്ട് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കർശനമായ നടപടിയെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PSC പരീക്ഷകൾ ഈ സാഹചര്യത്തിൽ മുടക്കമില്ലാതെ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 7043 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 4248 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 26,64,100 രൂപയാണ് കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. കോവിഡ് ബാധിച്ച് മരണപ്പെടുന്ന തൊഴിലാളികളുടെ ആശ്രിതർക്ക് ആനുകൂല്യമായി ESI കോർപ്പറേഷൻ ആശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതനുസരിച്ച് 1948 ESI നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിത കുടുംബങ്ങൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. തൊഴിലാളിയുടെ വേതനത്തിൻ്റെ 90% വരെയുള്ള തുക ആശ്രിത കുടുംബങ്ങൾക്ക് നിശ്ചിത അനുപാതത്തിൽ വിഭജിച്ച് എല്ലാ മാസവും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ഇത് പ്രകാരം കുറഞ്ഞ ആനുകൂല്യം പ്രതിമാസം 1800 രൂപയായിരിക്കും. മരണപ്പെട്ട തൊഴിലാളിയുടെ ഭാര്യക്കോ ഭർത്താവിനോ വർഷത്തിൽ 120 രൂപ അടച്ചാൽ ESI ചികിത്സാ ആനുകൂല്യം ലഭിക്കും.
24/3/2020 മുതൽ മുൻകാല പ്രാബല്യത്തോടെ 2 വർഷത്തേക്കാണ് പദ്ധതി നടപ്പാക്കുക. പൊതുവെയുള്ള സഹായ കാര്യങ്ങളാണ്. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറായിരുന്ന MB വീരേന്ദ്രകുമാറിൻ്റെ സ്മരണക്കായി കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ഓക്സിജൻ ബെഡുകൾ സജ്ജീകരിക്കും. 62 കിടക്കകൾക്കുള്ള ഓക്സിജൻ പോർട്ടുകളാണ് മാതൃഭൂമി നൽകുന്നത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് വയനാട്ടിലെ ആധുനിക ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തത കണക്കിലെടുത്താണ് ഓക്സിജൻ പോർട്ടുകൾ നൽകുന്നത്. പോർട്ടുകൾ സ്ഥാപിച്ച് ഓക്സിജൻ കിടക്കകൾ സജ്ജീകരിക്കുന്ന പ്രവൃത്തി ആശുപത്രിയിൽ തുടങ്ങിയിട്ടുണ്ട്. കേരള NGO യൂണിയൻ ഡിജിറ്റൽ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2,50,00,000 രൂപ ചെലവിട്ട് ഉപകരണങ്ങൾ വാങ്ങി നൽകാൻ തീരുമാനിച്ചതായി അറിയിച്ചിട്ടുണ്ട്. കേരള PSC എംപ്ലോയീസ് യൂണിയൻ അംഗങ്ങൾ ആദ്യ ഗഡുവായി ദുരിതാശ്വാസ നിധിയിലേക്ക് 61,17,918 രൂപ നൽകിയിട്ടുണ്ട്. തപാൽ മേഖലയിലെ ജീവനക്കാരുടെ സംഘടനയായ നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് സംസ്ഥാന കമ്മിറ്റി 30,11,276 രൂപ. സർവീസിൽ നിന്ന് വിരമിച്ച സർക്കാർ കോളേജ് അധ്യാപകരുടെ കൂട്ടായ്മയായ കേരള ഗവൺമെൻറ് കോളേജ് റിട്ടയേർഡ് ടീച്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 28,85,000 രൂപ. കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 12,05,500 രൂപ. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓഫീസർമാരുടെ സംഘടന സ്പാറ്റോ 12 ലക്ഷം രൂപ. കോഴിക്കോട് ജില്ലയിലെ DYFI തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റി വിവിധ പ്രവർത്തനങ്ങളിലൂടെ ശേഖരിച്ച 8,11,952 രൂപ. നേമം ബ്ലോക്ക് പഞ്ചായത്ത് 8 ലക്ഷം രൂപ. ബാലരാമപുരം സർവീസ് സഹകരണ ബാങ്ക് 7,94,483 രൂപ. അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് അംഗങ്ങൾ 6,48,500. ഇൻഫർമേഷൻ കേരളയിലെ ജീവനക്കാരുടെ യൂണിയൻ എംപ്ലോയീസ് ഫെഡറേഷൻ അറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി 5,93,173. തിരുവനന്തപുരം മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. പാപ്പനശ്ശേരിയിലെ കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രോഡക്ട്സ് ലിമിറ്റഡ് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 5 ലക്ഷം. നാടക പ്രവർത്തകരുടെ സംഘടന നാടക് 3,58,102 രൂപ. ഓൾ കേരള +2 ലാബ് അസിസ്റ്റൻ്റ് അസോസിയേഷൻ 3 ലക്ഷം. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിലുള്ള ICPSലെ എംപ്ലോയീസ് യൂണിയൻ 2 ലക്ഷം. വെഞ്ഞാറമ്മൂട് പുല്ലുംപാറ സർവീസ് സഹകരണ ബാങ്ക് 2 ലക്ഷം. ചേർത്തല താലൂക്കിലെ ചെറുകിട കയർ ഉൽപ്പന്ന നിർമ്മാതാക്കളുടെ സഹകരണ സംഘം 2 ലക്ഷം. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പോർട്സ്മൗത്ത് ബ്രാഞ്ച് ഇംഗ്ലണ്ട് 2 ലക്ഷം രൂപ. കുടുംബശ്രീ CDS ചിതറ 1,75,000. ശ്രീകണ്ഠപുരം റേഞ്ച് ചെത്തുതൊഴിലാളി യൂണിയൻ CITU 1,54,300. വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ 6 ദിവസത്തെ ശമ്പളത്തിൽ നിന്ന് 1,14,630. കേരള ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയൻസ് അസോസിയേഷൻ സമാഹരിച്ച 1,18,000. ബാർ അസോസിയേഷൻ വടകര 1 ലക്ഷം. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.
CM ഈ ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ ആരാധനാലയങ്ങൾ തുറക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇന്നിപ്പോൾ KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ ആരാധനാലയങ്ങൾ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ബാർബർ ഷോപ്പുകൾ തുറക്കാൻ അനുമതി നൽകി, ഈ ബ്യൂട്ടി പാർലർ തുറക്കാൻ അനുമതിയില്ല. പക്ഷേ അവിടെ മുടി വെട്ടാനുള്ള അനുമതി കൊടുക്കുമോ എന്ന് അവരുടെ സംഘടന ചോദിക്കുന്നുണ്ട്. വേറെ ഫേഷ്യൽ അടക്കം ഒന്നുമില്ലാതെ മുടി വെട്ടാൻ മാത്രം അനുമതി കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ ആരാധനാലയങ്ങൾ ഏറ്റവും നല്ല സാഹചര്യം വരുമ്പോൾ ആദ്യം തന്നെ തുറക്കാമെന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ നല്ല രീതിയിൽ ഈ രോഗവ്യാപന തോത് കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരാഴ്ച എത്തിയൊരു നിഗമനത്തിലെത്താമെന്നാണ് കണ്ടത്. നേരത്തെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കണ്ടിട്ടുള്ള കാര്യം, അടുത്ത ബുധനാഴ്ച വരെയാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ നില തുടരുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചക്കാലം ഏത് തരത്തിലാണ് കാര്യങ്ങൾ എന്ന് നോക്കി ആവശ്യമായ ഇളവുകൾ കുറച്ചുകൂടി അനുവദിക്കുന്ന നില സ്വീകരിക്കാമെന്ന് തന്നെയാണ് ഗവൺമെൻറ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ വിലയിരുത്തലിലേക്ക് ഇന്ന് പോയിട്ടില്ല. അത് ബുധനാഴ്ച മുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ചൊവ്വാഴ്ച പരിശോധിച്ച് തീർച്ചപ്പെടുത്തുന്ന നിലയാണ് സ്വീകരിക്കുക. ആരാധനാലയങ്ങൾ പൂർണ്ണമായിട്ട് അടച്ചിടുക എന്നല്ല ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇതിന് പലതിനും നമ്മൾ നിർബന്ധിതമായതാണല്ലോ. അപ്പോൾ ഏറ്റവും വേഗതയിൽ തുറക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകട്ടെ, അപ്പോൾ അത് തുറക്കുന്ന നില തന്നെ സ്വീകരിക്കും. മറ്റേ ബാർബർ ഷോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് തന്നെയാണ് കാണുന്നത്. CM ഈ കോവാക്സിൻ്റെ 2ാം ഡോസ് എടുക്കേണ്ടവർക്ക് ഇപ്പോൾ ഈ നമ്മുടെ ഈ ഇതിൽ സൈറ്റിൽ കയറിയിട്ട് കിട്ടുന്നില്ല പലർക്കും. വാക്സിൻ്റെ ക്ഷാമം കൊണ്ടാണോ അതോ എന്തെങ്കിലും? വാക്സിൻ്റെ ആവശ്യമായത്ര കോവാക്സിൻ ലഭ്യമാകുന്നതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമായ നടപടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി 2ാം ഡോസ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഉറപ്പാക്കും. അതിനുള്ള നടപടികൾ തുറന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ അൺലോക്ക് തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇൻഡോർ ഷൂട്ടിങ്ങുകളൊക്കെ അനുവദിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അതായത് പ്രധാനമായും സീരിയലുകളും മറ്റ് ഇൻഡോർ ഷൂട്ടുകളും ഒപ്പം ഹോട്ടലുകളിലും റിലാക്സേഷൻ കൊടുക്കുമോ? ഈ രണ്ട് ചോദ്യം. അതൊക്കെ ക്രമത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ച പിന്നിടുമ്പോൾ പരിശോധിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിഞ്ഞ തവണ നമ്മൾ ഇളവ് അനുവദിക്കുമ്പോൾ ഷൂട്ടിങ്ങിന് ഈ പറഞ്ഞ കുറച്ചാളുകൾ മാത്രം പോരാതെ വരുന്നൊരവസ്ഥയുണ്ടാവും. അതുകൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കാതിരുന്നത്. എന്നാൽ കുറവ് വരുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളും ഗൗരവമായി തന്നെ ആലോചിച്ച് തീരുമാനിക്കുന്ന നില ഉണ്ടാകും. ഹോട്ടലുകളുടെ കാര്യത്തിലും അതേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. CM മറ്റൊരു കാര്യമാണ്, എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട് ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതികളായി മാത്യു കുഴൽനാടൻ MLA-യും യൂത്ത് കോൺഗ്രസും സംരക്ഷിക്കുന്നതായിട്ടൊരു ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ DYFI സംസ്ഥാന പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഒരു ജനപ്രതിനിധിയാണ് പോക്സോ കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നത്. അല്ല, ഇക്കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ നിയമവാഴ്ച നല്ല രീതിയിൽ നടക്കുന്നൊരു സംസ്ഥാനമാണ്. ആർക്കും ഇത്തരം പ്രതികളെ അന്യായമായി സംരക്ഷിക്കാനാവില്ല. സംരക്ഷിക്കാൻ വിചാരിച്ചാലും നമ്മുടെ നാട്ടിലെ നിയമം നല്ല ശക്തമാണ്. അതിനാവശ്യമായ നടപടികൾ നിയമപാലകർ ഉറപ്പുവരുത്തുകയും ചെയ്യും. അതുകൊണ്ട് സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അടക്കം പ്രതിരോധിച്ചുകൊണ്ട് തന്നെ ആവശ്യമായ നടപടികൾ മുന്നോട്ട് പോകുമെന്നത് ഉറപ്പിക്കാവുന്നതാണ്. ഇത്തരം ഇരകളുടെ കാര്യത്തിൽ എപ്പോഴും അതിൻ്റേതായ പ്രാധാന്യത്തോടെ തന്നെ ഇടപെടുന്ന നിലപാടാണ് കേരള പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. CM ഈ KPCCയുടെ അധ്യക്ഷനായിട്ടുള്ള K. സുധാകരൻ അടുത്തിടെ ഒരു വാരികയിൽ എഴുതിയിട്ടുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. താങ്കളെ പണ്ട് കോളേജ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ മർദ്ദിച്ചിട്ടുണ്ടെന്നും അത് ഇപ്പോഴും അതെന്തോ ഒരു വലിയ സംഭവം എന്ന നിലയിലാണ് ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ, പാർട്ടിയെ നയിക്കുന്നയാൾ അതിപ്പോഴും അതിനെക്കുറിച്ച് വിവരിക്കുന്നതും. CM എങ്ങനെ കാണുന്നു അതിനെ? അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നം കാണുന്നതിനെ ഞാൻ തടയേണ്ടയാളല്ലല്ലോ. അതൊരു സ്വപ്നാടനത്തിൻ്റെ ഭാഗം മാത്രമാണ് ആ പറയുന്ന കാര്യങ്ങൾ. അന്നത്തെ ഞാനും അക്കാലത്തെ
കെ സുധാകരനും അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മോഹം ഉണ്ടായിട്ടുണ്ടാവും, ഈ പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തണമെന്ന്. പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ വന്നാലല്ലേ, യഥാർത്ഥത്തിൽ സംഭവിച്ചാലല്ലേ അത് സംഭവിച്ചതായിട്ട് പറയാൻ പറ്റുക. എന്നോട് അദ്ദേഹത്തിന് ചിലപ്പോൾ രണ്ട് ഭാഗത്തായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു വിരോധപരമായ സമീപനമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അന്ന് ഇന്നത്തെ സുധാകരനല്ലല്ലോ, വിദ്യാർത്ഥിയായിട്ടുള്ള സുധാകരനല്ലേ. അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ എന്നെ കിട്ടിയാലൊന്ന് തല്ലാമെന്നും വേണമെങ്കിലൊന്ന് ചവിട്ടി വീഴ്ത്താമെന്നൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താ? ഞാനതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷേ ഈ തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇപ്പം നേരത്തെ നിങ്ങൾ ഇതല്ലാതെ ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു, സുധാകരനെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാലോ, എന്താണ് പ്രസിഡൻ്റ് ആയതിനെ പറ്റിയത്. ഞാനന്ന് പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ആ പാർട്ടിക്ക് അദ്ദേഹമാണ് KPCC പ്രസിഡൻ്റ് ആകേണ്ടതെന്ന് തോന്നിയാൽ അദ്ദേഹത്തെ ആക്കുന്നു. അതിനെക്കുറിച്ച് ഞാനെന്ത് അഭിപ്രായം പറയാനാണ്? ഇതാണ് ഞാൻ പറഞ്ഞൊരാശയം വന്നു. അത് സുധാകരനെക്കുറിച്ച് എനിക്ക് അറിയാത്തതുകൊണ്ടല്ല, ഞാനെന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട കാര്യം? അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നത്. ഈ പറയുന്ന കാര്യം ആ കാലത്ത് KSFൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹിയാണ് ഞാൻ. ഒരു ക്ലാസ് ബഹിഷ്കരണം ആഹ്വാനം ചെയ്തിരുന്നു. ക്ലാസ് ബഹിഷ്കരണം ആഹ്വാനം ചെയ്ത് അന്നൊരു പരീക്ഷയാണ്, ആ പരീക്ഷ എഴുതേണ്ട ആളാണ് ഞാൻ. നേരത്തെ ഇത്തരമൊരു പരീക്ഷാ ബഹിഷ്കരണം ആഹ്വാനം ചെയ്ത KSU നേതാവ്, അദ്ദേഹം കേരളത്തിലൊരു വളരെ പ്രധാനിയായിട്ടുള്ള ആളാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല. അദ്ദേഹം പരീക്ഷ എഴുതിയിരുന്നു. ആ പരീക്ഷ എഴുതിയെ വിമർശിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആ പരീക്ഷ എഴുതണ്ടെന്ന് വെച്ചു. പക്ഷേ എഴുതണ്ടെന്ന് വെച്ചാൽ എനിക്കെന്തെങ്കിലും അസുഖമായി പോയതുകൊണ്ട് പോയില്ല എന്നല്ലേ വരും. ഞാൻ കോളേജിൽ പോയി പരീക്ഷ എഴുതാതിരുന്നു. ഇതാണ് സംഭവിച്ചത്. ഞാൻ അവിടെ ഉണ്ട്, കോളേജ് ഉണ്ട്. ഇപ്പോൾ പരീക്ഷ ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായുള്ള സമരം നടക്കുകയാണ്. ആ സമരം നടക്കുമ്പോൾ നമ്മുടെ KSF ആണെന്ന്, KSFൻ്റെ പ്രവർത്തകരും KSUക്കാരാണ് ഇതിനെ തടയാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഒരു സെറ്റ് ഇതിൻ്റെ ഭാഗമായൊരു സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. ഞാൻ കോളേജ് വിട്ട സമയമാണത്, പരീക്ഷ എഴുതാൻ പോയതാണ്. അപ്പോൾ കോളേജ് വിട്ട ഒരാളെന്ന നിലക്ക് കോളേജിനകത്ത് ഞാൻ ചെല്ലുമ്പോഴുള്ള എൻ്റെ പരിമിതിയുണ്ട്. ആ പരിമിതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണൊരു വല്ലാത്ത സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ഈ സുധാകരൻ അപ്പോൾ ഉണ്ട്. സുധാകരനെ എനിക്കന്നറിയില്ല, സുധാകരൻ ആ കൂട്ടത്തിലുണ്ട്. അന്നത്തെ എല്ലാവരും ചെറുപ്പകാലമല്ലേ, വിദ്യാർത്ഥികളല്ലേ, ഇന്ന് കാണുന്ന രീതിയൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് എന്താ, ഈ സംഘർഷത്തിൽ ഞാൻ ഉൾപ്പെടാതിരിക്കണം. ബ്രണ്ണൻ കോളേജിൽ വിട്ടൊരു കാലം നിലക്ക് കോളേജിനകത്ത് ചെന്ന് അവിടെയുള്ളൊരു സംഘർഷത്തിലുണ്ടായി, ഒരു അടിപിടിയിലുണ്ടായി എന്നൊരു നില വരരുത്. ഇതാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ സംഗതി കൈവിട്ടു പോകുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ ഞാൻ എടുത്തു. അയാളെ ശരീരം തൊട്ടില്ല, അയാളെ ഒന്നും ചെയ്തില്ല. ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ്. ഇപ്പോൾ ഇടിക്കുന്ന പോലെയല്ല കേട്ടോ, ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചുള്ള സംഭവമാണ്. ഈ ഇടിയിൽ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാകുകയാണ്. സ്വാഭാവികമായി അതിൻ്റെ പിന്നാലെയുള്ള ചില വാക്കുകളും വരും. അതെന്താണെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. ഇയാളുടെ നേരെ അപ്പോൾ ഇയാളുടെ നേതാവായിട്ടുള്ള ബാലനുണ്ട്. ബാലനൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളുമാണ്, ഞങ്ങൾ തമ്മിൽ പരസ്പരം അറിയുന്നതാണ്. ബാലൻ വന്ന് എന്നെ നേരെ ഇങ്ങനെ പിടിച്ചു, അയ്യോ വിജയ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞ വാചകം ഇന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല,
പിടിച്ചു കൊണ്ടുപോടാ, ആരാ ഇവൻ? ഇവനെയും പിടിച്ച ആളുകൾ അങ്ങോട്ട് പോയി. ഇതാണ് സംഭവിച്ചത്. അത്രയും സുധാകരൻ ഇപ്പോൾ മനസ്സിലാക്കിക്കോ, അവിടെ അത് നിന്നത് ബ്രണ്ണൻ കോളേജ് വിട്ട ഒരാളെന്ന നിലക്ക് കോളേജിൽ പരീക്ഷ എഴുതാൻ പോയ ഒരാൾ മാത്രമായതുകൊണ്ടാണ് എന്നതും ഓർത്താൽ നല്ലത്. പിന്നെയല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കണക്കുകൂട്ടൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു കണക്കുകൂട്ടൽ. അദ്ദേഹം പറയാണ്, ഇതൊക്കെ പറഞ്ഞാൽ കുറച്ച് സ്വയം പുകഴ്ത്തലായിട്ട് വന്നു പോകും, അതുകൊണ്ട് എല്ലാ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഏതോ ഒരു ഫ്രാൻസിസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫ്രാൻസിസ് എപ്പോഴും കത്തിയും കൊണ്ട് നടക്കുന്നയാളാണ്. ഞങ്ങളാരും ഇതൊന്നും കാണാത്തവരാണെന്നൊന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കത്തിയും കൊണ്ടൊക്കെ നടക്കുന്നവരെ ഞങ്ങൾ കണ്ടിട്ടില്ലേ, അതൊന്നും കാണാത്തവരെല്ലാവരും. അപ്പം ഞാനെന്തോ അവിടെ ആൽത്തറയിൽ വെച്ച് സംസാരിക്കുകയാണ് ഒരു പൊതുയോഗത്തിൽ. ഈ ഫ്രാൻസിസിനെ കുറിച്ച് പറഞ്ഞു. ഫ്രാൻസിസ് അപ്പോൾ ചാടി വീണ് ഈ സ്റ്റേജിലേക്ക് ചാടി കയറി. എന്നിട്ട് മൈക്കെടുത്ത് എൻ്റെ തലക്കടിച്ചു. അപ്പം ഞാൻ മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇവരെല്ലാവരും കൂടി വന്ന് പിന്നെ എന്നെ അടിച്ച് വീഴ്ത്തി എന്നാണ് പറയുന്നത്. അതും അദ്ദേഹത്തിൻ്റെ ഒരു മോഹമായിരിക്കാം. ഈ ഫ്രാൻസിസ് ഞാൻ കോളേജ് വിടുന്നവരെ അവിടെ ഇല്ല. എൻ്റെ ശരീരത്തിനടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഉണ്ടായിട്ടുണ്ടാവും ഇത് ആക്രമിക്കാൻ. പക്ഷേ ആരും ശരീരത്തിനടുത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ. നേരത്തെ പോലീസുകാർ ചെയ്തത് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കിക്കോളൂ. അത് സുധാകരൻ പറയുന്നുണ്ടല്ലോ, അയാൾ കളരി പഠിച്ചു. ആ കളരി പഠിച്ചതുകൊണ്ടൊന്നുമല്ല. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത്. ബ്രണ്ണൻ കോളേജിൽ KSUവിന് മൃഗീയ ആധിപത്യമുള്ള കാലത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അന്നത്തെ ഒരു വലിയ നിര എന്തിനും പോരുന്നവർ ഉണ്ടായിരുന്നു. സുധാകരനേക്കാളും തടിമെടുക്കുള്ളവരടക്കം. പേരുകളെല്ലാം എൻ്റെ നാക്കിൻ തുമ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ കൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു വന്നത്. അതിൻ്റെയൊക്കെ കഥകളുണ്ട്. ആ കഥകൾ അന്നത്തെ എൻ്റെ ഭാഗമായി ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളില്ലേ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇതൊക്കെ. എങ്ങനെയാണ് ഇത്രയും പൊങ്ങച്ചം പറയാൻ പറ്റുന്നത്? എന്താവശ്യത്തിനാണിത് പറയുന്നത്? പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ സുധാകരനെ പറ്റി സുധാകരൻ്റെ അനുയായികളായിട്ടുള്ളവർ അല്ല, സഹപ്രവർത്തകരായിട്ടുള്ളവർ, ഇപ്പോഴാണല്ലോ KPCC പ്രസിഡന്റ്, അതിനു മുമ്പിൽ സഹപ്രവർത്തകരായിട്ടുള്ളവർ പറഞ്ഞെന്താ? അതിലാണ് P. രാമകൃഷ്ണനെ ഓർക്കേണ്ടത്. P. രാമകൃഷ്ണൻ കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാനതൊന്നും പറയാൻ ആളല്ല കേട്ടോ, ഞാനൊന്നും പറയേണ്ട ആളല്ല. പക്ഷേ വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ സമൂഹം അറിയേണ്ടതില്ലേ, അതുകൊണ്ട് മാത്രം പറയുകയാണ് ഞാൻ. ഈ പറയുന്നത് ശരിയാണെന്നൊരു അഭിപ്രായവും എനിക്കില്ല. പക്ഷേ വല്ലാതെ ശബ്ദിച്ചുകൊണ്ട് വരുമ്പോൾ ചിലത് അങ്ങോട്ടും പറയണ്ടേ. ഞാനായിട്ട് പറയുന്നില്ല, രാമകൃഷ്ണൻ പറഞ്ഞത് ഓർക്ക്. രാമകൃഷ്ണൻ പറഞ്ഞ ഒരു വാചകം, പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് സുധാകരൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. പലരെയും കൊന്നു പണമുണ്ടാക്കി. പിണറായി വിജയൻ പറഞ്ഞതല്ല, P. രാമകൃഷ്ണൻ എന്ന കോൺഗ്രസിൻ്റെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. വിദേശ കറൻസി ഇടപാടുള്ള സുധാകരന് ബ്ലേഡ് കമ്പനികളുണ്ട്. മണൽ മാഫിയയുമായും നേരിട്ട് ബന്ധമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റിയ ആളല്ല സുധാകരൻ. നേതാക്കൾക്ക് അയാളെ പേടിയാണ്. കൊല്ലപ്പെട്ടവർക്കായി പിരിച്ച പണം സ്വന്തം പോക്കറ്റിലാക്കുന്നു. രാമകൃഷ്ണൻ്റെ വാചകങ്ങൾ എന്തായിരുന്നു എന്ന് സുധാകരൻ ഓർക്കുന്നത് നല്ലതാണ്. അലഞ്ഞ് നടന്നു വന്ന റാസ്കലാണ് സുധാകരൻ, ഭീരുവുമാണ്. ജയിച്ചതിന് ശേഷം MP തിരിഞ്ഞു നോക്കാത്ത പ്രദേശങ്ങൾ കണ്ണൂരിലുണ്ട്. സുധാകരൻ വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലാണ് കാസർഗോഡ്, കണ്ണൂർ, വടകര മേഖലകളിൽ കൂടുതൽ തോൽവിയുണ്ടാകുന്നത്. ഞങ്ങളാരും പറഞ്ഞതല്ല, CPM-കാർ പറഞ്ഞതല്ല.
അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലെ ഏറ്റവും അടുത്തറിയാവുന്ന നേതാവ് പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ സുധാകരനോടൊപ്പം ഉണ്ടായിരുന്നവരെക്കുറിച്ച് പറഞ്ഞ കാര്യം ഞാനതൊന്നും ദീർഘിപ്പിച്ച് പറയുന്നില്ല. അതിൽ അദ്ദേഹം പുഷ്പരാജിൻ്റെ കാര്യം പറയുന്നുണ്ട്, പ്രശാന്ത് ബാബുവിൻ്റെ കാര്യം പറയുന്നുണ്ട്, അവരുടെ എന്തായിരുന്നു രീതികൾ എന്നത് പറയുന്നുണ്ട്. പ്രശാന്ത് ബാബു ആ കാലത്ത് പറഞ്ഞതിനെക്കുറിച്ച് രാമകൃഷ്ണൻ പറയുന്നുണ്ട്. പുഷ്പരാജും പ്രശാന്ത് രാജും എങ്ങനെ സുധാകരനെതിരായി വന്നു എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പുഷ്പരാജിനെ ആക്രമിച്ച് കാൽ തകർത്തതിനെപ്പറ്റി രാമകൃഷ്ണൻ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം രാമകൃഷ്ണൻ പറയുന്നൊരു കാര്യം, DCC പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ തൻ്റെ ശവഘോഷയാത്രയും കോലം കത്തിക്കലും DCC ഓഫീസിൽ നിന്ന് പുറത്താക്കലും നടത്തിയ യൂത്ത് കോൺഗ്രസ്സുകാർ പാർട്ടിയെ നശിപ്പിക്കാനല്ലേ കൂട്ടുനിന്നത്? സുധാകരൻ്റെ ചെയ്തികൾ തുറന്നു പറഞ്ഞതിന് DCC ഓഫീസിൽ കയറാൻ സമ്മതിച്ചില്ല. ആരെ? DCC പ്രസിഡൻ്റായ രാമകൃഷ്ണനെ. ഗൂണ്ടകൾ തനിക്കെതിരെയും ബോംബ് ഭീഷണി മുഴക്കി. നല്ല രീതിയിൽ പാർട്ടിയെ നയിക്കുന്ന ഘട്ടത്തിലാണ് തന്നെ വലിച്ച് താഴെ ഇറക്കി പാർട്ടിയെ അനാഥമാക്കിയത്. ഇപ്പോൾ രാമകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോഴും പൊതുവേദിയിൽ ലഭ്യമാണ്. സുധാകരനോടൊപ്പം അതേ കളരിയിൽ പയറ്റിയ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മമ്പറം ദിവാകരൻ, നിങ്ങൾക്ക് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് എനിക്ക് ചിരി വരുന്നത്. മമ്പറം ദിവാകരൻ ആരാണ് എന്നൊക്കെ സുധാകരനോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു അഭിമുഖം, അത് ഞാൻ ഉദ്ധരിക്കാം. DCC അംഗം പുഷ്പരാജിൻ്റെ കാൽ ഗൂണ്ടകളെ ഉപയോഗിച്ച് അടിച്ച് തകർത്തതടക്കം ഒരുപാട് സംഭവങ്ങളുണ്ട്. തൻ്റെ പക്കലുള്ള ഫോട്ടോകളും തെളിവുകളും പുറത്തുവിട്ടാൽ കേരളത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനും സുധാകരനെ KPCC പ്രസിഡൻ്റാക്കണമെന്ന് പറയില്ല. എന്നിട്ട് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്, ഇവർ രണ്ടാളും ഒരേ ശരീരക്കൂറുകാരായിരുന്നു. പക്ഷേ ദിവാകരൻ വെളിപ്പെടുത്തുകയാണ്, തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ വെച്ച് തന്നെ കൊല്ലാനും ശ്രമം നടന്നതായി ആ ഇൻ്റർവ്യൂവിൽ ഈ മമ്പറം ദിവാകരൻ വെളിപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ. ആ ചോദ്യങ്ങളിൽ ഒന്ന്, DCC ഓഫീസിന് പിരിച്ച കോടികൾ എവിടെ? കണ്ണൂർ DCC ഓഫീസിനും K കരുണാകരൻ സ്മാരക ട്രസ്റ്റിൻ്റെ പേരിൽ ചെറക്കൽ രാജാസ് സ്കൂൾ വാങ്ങാനും വേണ്ടി പിരിച്ചെടുത്ത കോടികൾ എവിടെ? കണ്ണൂരിൽ DCC ആസ്ഥാനം പുതുക്കിപ്പണിയാൻ പൊളിച്ചിട്ടിട്ട് 9 വർഷമായി. എത്ര തവണ പിരിച്ചിട്ടും കെട്ടിടം ഉയർന്നില്ല. കെട്ടിടം പൂർത്തിയാകാൻ ഇനിയും 30 ലക്ഷം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ പലതവണയായി പിരിച്ച പണമെല്ലാം ഇവിടെ പോയി? ചെറക്കൽ സ്കൂൾ വാങ്ങാൻ സുധാകരൻ്റെ നേതൃത്വത്തിൽ ഗൾഫിൽ നിന്നുൾപ്പെടെ 30 കോടി രൂപയാണ് പിരിച്ചത്. സ്കൂൾ വാങ്ങിയതുമില്ല. ആ തുക എവിടെ? ഇനി സുധാകരൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലം, ഞാനതിൽ കക്ഷിയല്ല, പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരനും അന്ന് കോളേജിൽ പഠിച്ചിരുന്നതുമായ AK ബാലൻ, അദ്ദേഹം ഓർമ്മിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതും മറന്നുപോണ്ട. 67-69 കാലത്ത് സപ്തകക്ഷി മുന്നണിയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നല്ലോ CH മുഹമ്മദ് കോയ. അദ്ദേഹം ബ്രണ്ണൻ കോളേജ് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോയി. ആ പുതുക്കിയ ഹാളിൻ്റെ ഉദ്ഘാടനത്തിന് ഇപ്പം ഞാൻ പോയപ്പോൾ അതിൻ്റെ പിന്നീട് പുതുക്കൽ നടന്നു. ആ ഉദ്ഘാടനത്തിന് പോയപ്പോൾ സഖാവ് ബാലൻ എന്നോട്, അന്ന് സഖാവ് ബാലൻ നിയമമന്ത്രിയാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ കാര്യം. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ CH മുഹമ്മദ് കോയക്കെതിരെ കരിങ്കൊടി കാട്ടി, ചെരിപ്പെറിഞ്ഞു. ആ ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. അന്ന് മുഹമ്മദ് കോയക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുദ്രാവാക്യം മുഴക്കി ചടങ്ങ് സുഗമമായി നടത്താനായത് അന്നത്തെ
ഈ പറഞ്ഞ AK ബാലനടക്കമുള്ള പ്രവർത്തകരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഈ പറയുന്ന വീരവാദം മുഴക്കിയ സുധാകരൻ ആ സംഭവം ഇപ്പം മറന്നിട്ടുണ്ടാവില്ലല്ലോ. അർദ്ധനഗ്നനായി ആ കോളേജ് ചുറ്റിപ്പിച്ചില്ലേ അവർ? സുധാകരൻ്റെ ഈ അതിക്രമത്തെ തടയാൻ വേണ്ടി ഇറങ്ങിയ വിദ്യാർത്ഥികൾ നേരെ ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരുന്നോ നടന്നത് ബ്രണ്ണൻ കോളേജിൻ്റെ ചുറ്റും സുധാകരൻ? അപ്പോൾ വലിയ പൊങ്ങച്ചം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെ പല മോഹങ്ങൾ സുധാകരൻ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം കാലത്ത് എൻ്റെ വീട്ടിൽ സുധാകരൻ്റെ അടുത്തൊരു സുഹൃത്ത്, ഈ മമ്പറം ദിവാകരനെ പോലെ തന്നെയുള്ള മറ്റൊരു സുഹൃത്ത്, ഇവരെല്ലാം ഒരേ കാലത്താണല്ലോ, എൻ്റെ അതേ പ്രായമല്ലെങ്കിലും വലിയ വ്യത്യാസം ഞങ്ങൾ തമ്മിലില്ലല്ലോ. ആ സുഹൃത്ത് എൻ്റെ അടുത്ത് വരികയാണ്, വീട്ടിൽ വരികയാണ്, നന്നക്കാലത്താണ്. അപ്പം എനക്കൊരാശ്ചര്യമായി, ഇതെന്താ കഥ? ഇയാൾ സാധാരണ അങ്ങനെ വരേണ്ട ഒരാളല്ല. അയാൾ വലിയ രാഷ്ട്രീയ ശത്രുവായി നിൽക്കുന്ന ഒരാളാണ്. കണ്ണൂരിൻ്റെ ഒരു രീതിയുണ്ടല്ലോ, അത് വെച്ച് എന്താ വന്നതെന്ന് എനിക്കൊരാശ്ചര്യമായി. അപ്പോൾ അയാൾ തന്നെ തുടങ്ങുകയാണ്, ഇപ്പം അദ്ദേഹം മരിച്ചുപോയി, അതുകൊണ്ട് മാത്രമല്ല, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം സുധാകരൻ്റെ ഒരു ഫൈനാൻസിയർ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വന്നതിൽ നിങ്ങൾക്ക് ആശ്ചര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞു, അതെ അതുണ്ട്, എന്താ നിങ്ങൾ വന്നത്? അത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അത് വളരെ രഹസ്യമായിട്ട് പറയേണ്ടതാണ്, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അന്നേരം പറയുകയാണ്. വീട്ടിൽ എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ പറയാണ്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ചിരിച്ചു. അത് അല്ല, നിങ്ങൾ ചിരിക്കുകയും ചെയ്യാതെ എനിക്കറിയാം, അതല്ല ഞാൻ പറയുന്നത്. ഈ സുധാകരൻ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ തന്നെ, പക്ഷെ ഒരു വലിയ പ്ലാനുമായിട്ടാണ് നടക്കുന്നത്. ഞാൻ ചോദിച്ചെന്താ? നിങ്ങളെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള പരിപാടിയുണ്ട്. ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടുണ്ട്, സുധാകരന് വരുന്ന വലിയ സുഹൃത്തുക്കളാണ് ഇവർ തമ്മിൽ. ഇത് പഞ്ചാബൊന്നും അല്ല കേട്ടോ, വേണ്ടാത്ത കാര്യത്തിനൊന്നും മെനക്കെടരുത്. അങ്ങനെ വന്നാൽ ഇവിടെ കത്തും, വേണ്ടാത്ത ഒരു പണിയും ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ഒരു രീതി വെച്ചാൽ എനിക്കൊരു വിശ്വാസം വരുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഞാൻ അയാളെ പേര് വിളിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഞാനെന്താ അതിൽ ചെയ്യാൻ പറ്റുക? ഇതിപ്പോൾ എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? വരുന്നിടത്ത് കാണാം, അത്രയല്ലേ, മറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആലോചിക്കണം, എനിക്ക് എൻ്റെ ഭാര്യയോട് പറയാൻ പറ്റുമോ? പിന്നെ ഭാര്യയ്ക്ക് മനസ്സമാധാനമുണ്ടോ? കുട്ടികളെയും കൊണ്ട്, ആ 2 കുട്ടികളുടെയും കൈയും പിടിച്ച് സ്കൂളിൽ പോകുന്ന കാലം അത്. തലശ്ശേരി സെൻറ്റ് ജോസഫിൽ മകൻ പോകുന്നു, മകള് അവിടുത്തെ കോൺവെൻറ്റിൽ പോകുന്നു. സെൻറ്റ് ജോസഫിൽ ഭാര്യ പഠിപ്പിക്കുന്നു. ആ 2 കുട്ടികളെയും കൈയും പിടിച്ചാണ് ബസ് ഇറങ്ങിയാൽ കൈ പിടിച്ച് പോകേണ്ടത്. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ആരോടും ഞാൻ പറയാൻ പോയില്ല, ഒരാളോടും പറഞ്ഞില്ല. ഇതെല്ലാം കടന്നു വന്നതാണ്. മോഹങ്ങൾ പലതുണ്ടായിട്ടുണ്ടാവും. ആ മോഹങ്ങൾ കൊണ്ടൊന്നും വിചാരിക്കുന്നത് പോലെ വിജയനെ വീഴ്ത്താൻ കഴിയില്ല എന്നത് ഇതേവരെയുള്ള സുധാകരൻ്റെ അനുഭവമാണ്. പിന്നെ രാഷ്ട്രീയ നിലപാട്, അദ്ദേഹം 3 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ അതിൻ്റെതായ ചില തികട്ടലുകൾ ഇപ്പോഴും വന്നിട്ടുണ്ട്. BJPയുമായി യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പോകും, അതിൽ തർക്കമെന്താ? ഇപ്പോൾ പറയുന്നു കേരളത്തിലെ മുഖ്യ ശത്രു BJPയാണ് എന്ന്. അല്ല, BJP അല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു CPIM ആണ് എന്ന്. അതല്ലേ സുധാകരൻ്റെ വാക്ക്? ഞാനന്ന് പറഞ്ഞല്ലോ നിങ്ങളോട്, എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് പറയാനുള്ളത്? ആരും പറയുന്നത് കേട്ടില്ല. കുറച്ച് നീണ്ടുപോയി, പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു. അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ പറയാതിരിക്കുന്നത് ഇപ്പോഴെങ്കിലും ഔചിത്യമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം.